സ്റ്റാർട്ട് ചെയ്യാം, വീണ്ടും തുടങ്ങാം. അടുത്ത ചോദ്യം എന്താണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് എന്താണ് പറഞ്ഞേ? എന്താണ് ജൈവ കണങ്ങൾ. എന്താണ് ജൈവ കണങ്ങൾ? ഓക്കെ ആണോ? അതുപോലെ തന്നെ ശരീരത്തിന്റെ കോശത്തിലെ 2 തരം നമ്മൾ ന്യൂക്ലിക് ആസിഡ് ഏതൊക്കെയാണ്? കോശത്തില് ഏതൊക്കെയാ 2 തരം ന്യൂക്ലിക് ആസിഡ് ഏതൊക്കെയാണ്? DNA ഉണ്ട്, RNA ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കണം. 2 തരം ഉണ്ട്. ഏതൊക്കെയാണ്? DNA ഉണ്ട്, RNA കൂടി. DNA യുടെ ധർമ്മം എന്താണ്? DNA യുടെ ധർമ്മം എന്താണ്? RNA യുടെ ധർമ്മം എന്താണ്? മാംസസംശ്ലേഷണം അല്ലെ? മാംസസംശ്ലേഷണമാണെങ്കിൽ DNA എന്താണ്? പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണം. പാരമ്പര്യമായിട്ടുള്ള സ്വഭാവമാണ് DNA കൂടി. ഇത് മാംസസംശ്ലേഷണമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത് 3 തരം ജൈവ കണങ്ങൾ ഏതൊക്കെയാണ്? വർണ്ണഗണമാണ് അറിയാം, ഹരിതഗണം, നമുക്ക് ശ്വേതഗണം. 3 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എന്താണ്? ക്രോമാറ്റോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഏതൊക്കെയാണ്? 3 തരത്തിൽ ഏതൊക്കെയുള്ളത്? വർണ്ണഗണം പറഞ്ഞേ, ഹരിതഗണം, ശ്വേതഗണമാണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേ? ക്രോമോപ്ലാസ്റ്റ് then എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് എന്നും കൂടി ഓർത്തു വെക്കുക. ഈ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ജൈവഗണം ഏതാണ്? അത് ഹരിതഗണമാണ്. ക്ലിയർ ആണ്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് ഏതൊക്കെയാണ്? പറഞ്ഞേ, എന്റെ ഒപ്പം പറഞ്ഞു പോവാട്ടോ. പൂക്കൾ, ഫലങ്ങൾ ഏതൊക്കെയാണ്? കരോട്ടിന് ഏതൊക്കെയായിരുന്നു? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് അല്ലെ? സാന്തോഫിൻ ആണെങ്കിൽ മഞ്ഞ നിറമാണ്. ആന്ത്രോസയോൺ ആണെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ. എന്താണ്? കരോട്ടിൻ ആണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് ആണ്. സാന്തോഫിൽ എന്താണ്? പറഞ്ഞേ, സാന്തോഫിൽ ചുവപ്പും അതുപോലെ പർപ്പിളും ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സാന്തോഫിൽ മഞ്ഞ നിറമാണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ ആഹാര വസ്തുക്കളുടെ സംഭരണമൊക്കെ നടക്കുന്ന കൂടുതൽ കാണപ്പെടുന്ന ശ്വേതകണമാണ്. ആഹാര വസ്തുക്കളുടെ കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ശ്വേതകണമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഒരു നിറവും ഇല്ലാത്തതാണ് ഏത്? ഈ ശ്വേതകണം. പ്രത്യേകിച്ച് ഒരു നിറവോ ഒരു കുന്തവും ഇല്ലാത്ത എന്താണ്? ശ്വേതകണമാണെന്നും കൂടി ഓർത്തു വെക്കുക. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഏതിലാണ്? ശ്വേതകണമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും മാറുന്നതിന് കാരണം എന്താണ്? പറഞ്ഞേ, എന്താണ് കാരണം? ശ്വേതഗണത്തിന് ഉദാഹരണം ഏതൊക്കെ? ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ഈ കപ്പ, അതൊക്കെ ശ്വേതഗണത്തിന് ഉദാഹരണമാണ് കേട്ടോ. എന്താണ്? പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും മാറുന്നതിന് കാരണം എന്താണ്? പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളുടെ ഹരിതഗണങ്ങൾ വർണ്ണഗണങ്ങളായി മാറുന്നു അല്ലെ? കളർ മാറില്ലേ? എന്താണ്? ഹരിതഗണമായിട്ട് എന്ത് മാറും? വർണ്ണഗണമായി മാറുന്നു. അന്നജം എന്തായി മാറും? പഞ്ചസാരയായും മാറുന്നു. എന്താണ് റീസൺ? നോക്കിയേ, എന്താണ്? നമ്മൾ പാകമായി കഴിഞ്ഞാൽ എന്താണ്? ഇതെന്താ? ഹരിതഗണം എന്തായി മാറും? വർണ്ണഗണമായി മാറും. അന്നജം എന്തായി മാറും? പഞ്ചസാരയായിട്ടും മാറും. ക്ലിയർ ആണോ? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം നമ്മൾ അപ്പോഴേ പറഞ്ഞു. എന്താണ്? സെൻട്രോസോം ആണ് അല്ലെ? കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ അതുപോലെ കാണപ്പെടുന്ന എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ചോദിക്കുകയാണ്. എന്താണ്? സെൻട്രോസോം ആണെന്നും കൂടി
ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസം കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ അപ്പോഴേ പറഞ്ഞു എന്താണ്? ലൈസോസോം. എന്താണ്? ലൈസോസോം ആണെങ്കിൽ എന്താ പറഞ്ഞ്? ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ എന്താണ്? ഡൈജസ്റ്റീവ് ബാഗ് ഒക്കെ എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ ലൈസോസോം ആണ്. എന്താണ്? ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ് ഒക്കെ എന്നറിയപ്പെടുന്നത് എന്താണ്? ലൈസോസോം ആണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തത് എന്താണ്? അങ്ങനെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തീർത്തു കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന ചാപ്റ്ററിൽ മുക്കും മൂലയും മരിച്ചുവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ഏതാണ്? അടുത്ത ചാപ്റ്റർ ഏതാണ്? കോശജാലകങ്ങൾ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഞാൻ പഠിപ്പിച്ച് പറയാം, വീണ്ടും പറഞ്ഞുതരാം. മനസ്സിലാവാത്തുണ്ടോ? സെറ്റായോ? ആ ഒരു ചാപ്റ്റർ സെറ്റായോ? എന്താണ് DNA? എന്താണ് DNA യുടെ ധർമ്മം? എന്താണ്? കോശത്തിൽ 2 തരം ന്യൂക്ലിയോസ് എന്താണ്? DNA യും RNA. ക്ലിയർ ആണോ? DNA എന്താ? RNA ആണ് മാംസ സംശ്ലേഷണവും DNA ആണ് പാരമ്പര്യവും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണ്. അടുത്ത ചാപ്റ്ററിൽ പോവാം. അടുത്ത ചാപ്റ്റർ ആണ് എന്താണ്? അടുത്ത ചാപ്റ്റർ ആണ് എന്താണ്? കോശജാലകങ്ങൾ. എന്താണ് മക്കളെ? കോശജാലകങ്ങൾ. എന്താണ് കോശജാലകം? ഒന്ന് നോക്കിയേ. എന്താണ് കോശജാലകം? ഒന്ന് നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എന്താ സംഭവിച്ചത് അവിടെ? പറഞ്ഞേ. എന്താണ്? ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് എന്ത്? കലകൾ. എന്താണ്? എന്താ പറഞ്ഞേ? എന്താണ് പറഞ്ഞേ? ഒന്നും കൂടെ പറഞ്ഞേ. എന്താണ്? ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത്? കലകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? കലകളെ കുറിച്ചുള്ള പഠനം എന്താ? പറഞ്ഞേ. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി അല്ലെ? എന്താണ് ഹിസ്റ്റോളജി? ഹിസ്റ്റോളജിയാണ് സിക്താണ്ഡം വിഭജിച്ച് ഭ്രൂണമായി മാറുകയും അത് പിന്നീട് ക്രമാനുഗതമായി ഘടനകളിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് കോശ വൈവിധ്യവൽക്കരണം. എന്താണ്? സിക്താണ്ഡം വിഭജിച്ച് ഭ്രൂണമായി മാറുകയും അത് പിന്നീട് ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് എന്താണ്? എന്താ മക്കളെ? എന്താണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ എന്താ സെൽ ഡിഫറൻസിയേഷൻ? എന്താണ് സെൽ ഡിഫറൻസിയേഷൻ? ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം കേട്ടോ. അത് മാത്രം. അതുപോലെ തന്നെ ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് ഏത്? സ്റ്റെം സെൽസ് അല്ലെങ്കിൽ കോശ വിത്തുകോശങ്ങൾ. എന്താണ്? ഏത് കോശമായി മാറാൻ കഴിവുള്ള എന്താണ്? വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഈ മൂലകോശം തന്നെയാണ് വിത്തുകോശം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാണ്? അന്നവദം, അതുപോലെ മജ്ജ, ത്വക്ക്. ചോദിക്കും എന്താണ്? മനുഷ്യ ശരീരത്തിൽ വിത്തുകോശമായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മജ്ജ, ത്വക്ക്, അതുപോലെ അന്നവദം തുടങ്ങിയവ. ക്ലിയർ ആണോ? എവിടേക്കാ പറഞ്ഞേ? അതുപോലെ തന്നെ ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് എന്ത്? നമ്മൾ പറഞ്ഞു വിത്തുകോശങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ? ഈ മൂലകോശം തന്നെയാണ് എന്ത്? വിത്തുകോശം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കലകളിലെ കോശങ്ങളൊക്കെ നശിക്കില്ലേ? അപ്പൊ അതിന് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടും. ഈ കലകളിലെ കോശമൊക്കെ നശിക്കില്ലേ? അതിന് പകരം പുതിയ കോശങ്ങളൊക്കെ രൂപപ്പെടുന്നത് എവിടെയാണ്? ഈ വിത്തുകോശങ്ങളാണ്. എവിടെയാണ്? ഈ വിത്തുകോശങ്ങളിലെയാണ്. ക്ലിയർ ആണോ? നമ്മൾ നശിച്ചു കഴിഞ്ഞാൽ പുതിയ കോശങ്ങളൊക്കെ ഇതിലൂടെയാണ് വരുന്നത് കേട്ടോ.
അതുപോലെ തന്നെ വിത്തുകോശ ഗവേഷണത്തിന്റെ പ്രാധാന്യം എന്താണ്? കലകളിൽ കോശങ്ങൾ നശിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലേ, അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് വിത്തുകോശങ്ങളിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. രക്താർബുദം, പ്രമേയം, പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് എന്ത് സഹായിക്കുന്നു? അതുപോലെ കൃത്രിമാവയവങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഒന്നും കൂടെ വായിച്ചേ. എന്താണ് പറഞ്ഞേ? എന്തൊക്കെയാണ്? വിത്തുകോശം, എന്താ പറഞ്ഞേ? രക്താർബുദം, പ്രമേയം, പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. കൃത്രിമാവയവങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. എന്തൊക്കെയാണ്? കൃത്രിമാവയവങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എയിം സ്റ്റഡി സെന്റർ കോൺടാക്ട് ചെയ്യട്ടെ മക്കളെ. അടുത്ത് എന്താണ് ജന്തുകലകൾ? എന്താണ് അനിമൽ ടിഷ്യൂസ്? അല്ലെ, എന്താണ് ജന്തുകലകൾ? അനിമൽ ടിഷ്യൂസ് എന്താ മക്കളെ? എന്താണ്? മതി മിസ്സേ എന്ന് പറഞ്ഞു. എന്താണ് ജന്തുകലകൾ? എന്താണ്? ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തുതരും. എന്നെ കൊണ്ട് രാവും പകലും എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. എനിക്ക് വിഷയമല്ല. നിങ്ങൾ ഇനി കരയാൻ പാടില്ല, റാങ്കിൽ നെഗറ്റീവ് അടിക്കാൻ പാടില്ല. അത് എന്റെ ആവശ്യമാണ്. എന്റെ മക്കൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തുതരാം. ഞാൻ ചെയ്തുതരാം. എയിം സ്റ്റഡി സെന്റർ കൂടി ഉണ്ടാവും. അപ്പൊ എന്ത് ഉഷാറോട് പോസിറ്റീവായിട്ട് ഇരിക്കുക. ഒന്ന് പോയി വേണ്ട അടുത്ത് അങ്ങനെയാവുന്ന ഒന്നും ചിന്തിക്കേണ്ട. നേരെ ഓപ്പോസിറ്റ് തന്നെ ആവുള്ളൂ. എന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ റെഡിയാണ്, നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത് എന്താണ് അനിമൽ ടിഷ്യൂസ്? പറഞ്ഞേ. എന്താണ്? ആവരണകല, നാഡീകല, പേശീകല, എന്താണ്? യോജക. എന്തൊക്കെയാണ് ആവരണകല? എന്താണ് ആവരണകല? ഓരോന്നും പഠിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ. എന്താണ് ആവരണകല? പറഞ്ഞേ. എന്താണ് ആവരണകലയുണ്ട്, നാഡീകലയുണ്ട്, പേശീകലയുണ്ട്, അതുപോലെ യോജകകല. എന്താണ് യോജകകല? ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്ത് വെച്ചാൽ പഠിച്ചു പോവുക. ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നറിയോ? നിങ്ങൾക്ക് ഓരോ വാക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ അറിയാതെയല്ല. മനസ്സിലായില്ലേ? ഓക്കെ. ദെൻ എന്താണ് ജന്തുകലകൾ? ഏതൊക്കെയാണ്? 4 ഉണ്ട്. ആവരണകല, നാഡീകല, പേശീകല, യോജകകല. എന്താണ് ആവരണകല? പറഞ്ഞ. എന്താണ്? ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. എന്താണ് ആവരണകല? നമ്മുടെ ശരീരത്തെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ചെയ്യുന്നത് നോക്കിയേ. എന്താണ്? അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ്? സംരക്ഷണം, ആഗിരണം, ശ്രവങ്ങളുടെ ഉത്പാദനം എന്നിവ ധർമ്മങ്ങൾ. ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ് ഈ ആവരണകലയുടെ ഈ ധർമ്മങ്ങൾ? നോക്കിയേ. എന്തൊക്കെയാണ്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക. പിന്നെ എന്താണ്? അന്നപദത്തിന്റെ നമ്മുടെ അന്നപദത്തിനെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്, ആഗീകരണം ചെയ്യുന്നത്, ശ്രവങ്ങളുടെ ഉത്പാദനം. 3ഉം എന്താണ്? ഈ അനിമൽ ടിഷ്യൂസ് എന്ന് ജന്തുകലകളുടെ 4 ഭാഗങ്ങളാണ്. ആവരണകല, നാഡീകല, പേശീകല, അതുപോലെ യോജകകല. ക്ലിയർ ആണോ? 3 മനസ്സിലായോ? അടുത്തത് എന്താണ്? നാഡീകല, നെർവസ് ടിഷ്യൂ. എന്താണ് നാഡീകല? എന്താണ് നെർവസ് ടിഷ്യൂ? എന്താണ് നോക്കാം. നോക്കിയേ. എന്താണ് ഇതിന്റെ ധർമ്മം? എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ്? ശാരീരിക നമ്മുടെ പ്രവർത്തനം നിയന്ത്രിക്കുക, അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ്? ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. എന്തൊക്കെ ചെയ്യുന്നത്? ശരീരത്തിനകത്തും പുറത്തൊക്കെ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിഞ്ഞിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രതികരിക്കാൻ സഹായിക്കുന്നു. ക്ലിയറാണോ? അതുപോലെ സങ്കോചിക്കാൻ എന്താണ്? ചുരുങ്ങുക അല്ലെ. അതുപോലെ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കാനും കഴിവുള്ളതായ കോശങ്ങളായിരിക്കും ഇത്. ഈ നാഡീകല. ക്ലിയറാണോ? ക്ലിയർ ആണോ? 3 മനസ്സിലായോ? എന്തൊക്കെയാണ്? പിന്നെ ശരീരചലനം സാധ്യമാക്കുന്നു. ശരീരചലനമെല്ലാം സാധ്യമാക്കുന്നു. എന്താണ്? ശരീരത്തിന്റെ ചലനമെല്ലാം സാധ്യമാക്കുന്നു. ക്ലിയർ ആണോ?
മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ നോക്കിയേ, എന്തൊക്കെയാണ്? ശാരീരിക പ്രവർത്തനം നിയന്ത്രിക്കുന്നുണ്ട്, പിന്നെന്താണ്? ഏകോപിപ്പിക്കുന്നുണ്ട്, പിന്നെന്താണ്? എന്താണ്? നമ്മുടെ പുറത്തും അകത്തും നടക്കുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്, പിന്നെന്താണ്? സങ്കോചിക്കാനും പൂർവസ്ഥിതിയിൽ പ്രാപിക്കാനും ചെയ്യുന്നു, പിന്നെന്താണ്? ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? നെർവസ് ടിഷ്യൂ ആണ്. ക്ലിയർ ആണോ? നെർവസ് ടിഷ്യൂ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയ അടുത്തത് എന്താണ്? അടുത്തത് എന്താ പറഞ്ഞു? എന്താണ്? പേശീകല അല്ലെ? പേശീകല അല്ല, സോറി, യോജകല. അപ്പൊ പേശികല അവിടെ പോയി. അടുത്ത എന്താണ്? യോജകക്കല. എന്താ? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കാനോ അവയ്ക്ക് താങ്ങ് വർത്തിക്കാനോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. എന്തൊക്കെയാണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കാനോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ അസ്ഥിയും അതുപോലെ തരുണാസ്ഥിയും നാരുകല, പിന്നെന്താണ്? നാരുകല, പിന്നെന്താണ്? രക്തം തുടങ്ങിയ വിവിധ യോജക. ഏതൊക്കെയാണ് പറഞ്ഞേ? അസ്ഥിയുണ്ട്, കരുണാസ്ഥിയുണ്ട്, നാരുകലയുണ്ട്, രക്തം തുടങ്ങിയ വിവിധ യോജക കലകളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് പറഞ്ഞേ? എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് യോജക കലയുമായി ബന്ധപ്പെട്ടത്? നോക്കിയേ, തരുണാസ്ഥിയുണ്ട്, നാരുകലയുണ്ട്, അതുപോലെ അസ്ഥിയുണ്ട്, അതുപോലെ തന്നെ രക്തമുണ്ട്, വിവിധ യോജക കലയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അസ്ഥിയും തരുണാസ്ഥിയും ശരീര താങ്ങും സംരക്ഷണവും എന്താണ് തരുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ്? അസ്ഥിയും തരുണാസ്ഥിയും എന്ത് ചെയ്യുന്നു? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഏതാണ് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുക എന്ന് ചോദിച്ചാൽ അസ്ഥിയും അത് തരുണാസ്ഥിയുമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? പേശികൾ എന്താണ്? ശരീരചലനം സാധ്യമാക്കുന്നതാണ് പേശികല. കേട്ടോ, പറഞ്ഞുതരാം, സമാധാനപ്പെടും. അടുത്ത എന്താണ്? നാരുകല. എന്താണ് നാരുകല? എന്താ ചെയ്യുന്നത്? ഫൈബ്രസ് ടിഷ്യൂ. എന്നാൽ നമുക്കറിയാം എന്താണ്? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. എന്താണ്? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ എന്താണ്? അസ്ഥിയും തരുണാസ്ഥിയും എന്ത് താങ്ങും സംരക്ഷണം നൽകുകയാണെങ്കിൽ നാരുകല എന്ത് ചെയ്യുന്നത്? മറ്റു കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ്? പദാർത്ഥ സംഭരണം, രോഗപ്രതിരോധത്തോട് തുടങ്ങിയ മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു എന്നും കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? അടുത്ത എന്താണ്? പേശീകല. ശരീരചലനവുമായി സാധ്യമാക്കുന്ന കലയാണ് എന്ത്? പേശീകല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതെ, ഇത് എയിംസിന്റെ മെറ്റീരിയൽ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ നിങ്ങൾ ഓരോന്ന് പഠിപ്പിക്കുമ്പോ വരും. ഓരോന്നും കഴിഞ്ഞ +2 വരെയുള്ള കാര്യങ്ങൾ എയിംസിന്റെ മെറ്റീരിയൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ വരുമ്പോ ഇത് എനിക്ക് ഒറ്റ ദിവസത്തിൽ കൊണ്ടുതരാൻ പറ്റില്ലല്ലോ. ആണോ? അല്ല. ആണോ? ഓരോ ചോദ്യം പറയട്ടെ, ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. കൊളസ്ട്രോൾ തൊട്ട് കൊളസ്ട്രോം തൊട്ട് എല്ലാ ചോദ്യങ്ങളും വരുന്നുണ്ട്. ഉണ്ടായിരുന്നു മിസ് ചെയ്യുന്ന എയിംസിന്റെ മെറ്റീരിയൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസും ഇല്ല കേട്ടോ. ഓരോ സെക്ഷനുമാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ എന്തായിരുന്നു? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമായിരുന്നു ടെൻഡനുകൾ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഞാനിപ്പോ പറഞ്ഞു തന്നു. ക്ലിയർ ആണോ? അതുപോലെ തന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? സ്നായുക്കൾ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചത് എന്താണ്? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഏത്? സ്നായുക്കൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡനുകൾ എന്ന് പറയുകയാണെങ്കിൽ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഏത്? എന്താണ്? പറഞ്ഞേ. സ്നായുക്കൾ. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ശ്വസനവാതകങ്ങളുടെ സംഭരണത്തിനും പോഷകങ്ങളുടെ സംഭരണത്തിനും സഹായിക്കുന്ന യോജകകല ഏതാണ്? രക്തമാണ്. ചോദിക്കും എന്താണ്? ശ്വസനവാതകങ്ങളുടെ സംഭരണത്തിനും പോഷകങ്ങളുടെ സംഭരണത്തിനും സഹായിക്കുന്ന യോജകകലയാണ് എന്ത്? രക്തം. ക്ലിയർ ആണോ? കൊളസ്ട്രം എന്താണെന്നോ? മനുഷ്യനെ ആദ്യ പാൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണെന്നാണ് ചോദ്യം. അത് 1G അല്ലെ? LGA ആയിരുന്നു. അത് ഇതിൽ മെറ്റീരിയൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, വരുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ എന്താണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതാണ്? യോജക കലയാണ്. എന്താണ് യോജക കല പഠിച്ചത്? എന്താണ്? മറ്റു കലകളെ അല്ലെ, മറ്റു കലകളെ എന്ത് ചെയ്തു? പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നതാണ് യോജക കല എന്ന് നമ്മൾ പഠിച്ചോ? എന്തൊക്കെയായിരുന്നു? അസ്ഥി ഉണ്ടായിരുന്നു, കരുണാസ്ഥി ഉണ്ടായിരുന്നു, നാരുകളി ഉണ്ടായിരുന്നു, അതുപോലെ രക്തം ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? എന്താണ്? അതുപോലെ അസ്ഥിയും കരുണാസ്ഥിയും എന്ത് ചെയ്തു? താമും സംരക്ഷണം നൽകുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? നാരുകല മറ്റു കലകളെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? അടുത്ത് സസ്യങ്ങളിൽ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതാണ്? സസ്യങ്ങളിൽ എന്താണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന ഭാഗങ്ങൾ ഏതാണ്? ഏതാണ് മക്കളെ? ഏതാണ്? കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങൾ. എന്താണ്? കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങൾ. എന്താണ്? കാണ്ഡത്തിന്റെയും. എടാ മക്കളെ, ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ കണ്ടു, ടെൻഡനുകൾ. ഇതൊരു മെറ്റീരിയൽ ആണ്, ഇതൊരു എയിംസിന്റെ മെറ്റീരിയൽ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തോന്നും മിസ് ഇത് എങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആയി പഠിപ്പിക്കും, ഇതന്നെയാ ചോദ്യമായിട്ട് വരിക. ഇതിന്റെ അപ്പുറം അവർക്ക് SCERT ചോദ്യം ഇടാൻ പറ്റുമോ? ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഓരോ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരാനുള്ള സമയമൊന്നും ഇല്ല, ഇത് എക്സ്ട്രാ തരാനൊന്നും സമയമില്ല. ഞാൻ ചാപ്റ്റർ ഓരോ സെന്റൻസ് എടുത്തിരുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സമഗ്ര ഡൗൺലോഡ് ചെയ്തിട്ട് SCERT ബുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും. അത് ഞാൻ ഓരോ ചോദ്യങ്ങൾ എന്താ ഇതെല്ലാം എയിംസിലെ ഗ്രൂപ്പിൽ ആപ്പിലുണ്ട്. നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് ഈ മെറ്റീരിയൽ എല്ലാം അവിടെ കിടപ്പുണ്ട്, ടെൻഷൻ ആവണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ സെന്റൻസ് നമ്മൾ പറഞ്ഞു തരുമ്പോഴും നിങ്ങൾക്ക് തെറ്റായി തോന്നണ്ട. കാരണം അവിടെ ടെൻഡൻ നമുക്ക് ആൻസർ അടിക്കാൻ പറ്റുമായിരുന്നു, പഠിച്ചവർക്ക് ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതേപോലെ തന്നെ ഈ 18 ചോദ്യങ്ങളും അവിടെ ഉണ്ട്, നമ്മുടെ മെറ്റീരിയൽ തന്നെ ഉണ്ട്. ഓരോന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഉറപ്പുണ്ട് ഓരോ വരികളിലും ചോദ്യങ്ങളുണ്ട്, ഓരോ വരികളിലും ഉത്തരങ്ങളുണ്ട്. ക്ലിയർ ആണോ? ഒന്ന് ചിരിച്ചേ, എനിക്കൊരു ഉഷാറില്ല ക്ലാസ് എടുക്കാൻ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പറ്റാൻ തരാന്ന്, പരീക്ഷയ്ക്ക് നമുക്ക് SCERT ഞാൻ റെഡിയാക്കി തരാൻ പറഞ്ഞില്ലേ. രാവും പകലും ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, ഒന്ന് ചിരിച്ചിരിക്കുക. അടുത്ത പരീക്ഷ ഇപ്പോഴേ ചത്ത് പോലെ ഇങ്ങനെ ഇരുന്ന ഞാനും ചത്ത് പോലെ ഇരിക്കും, എനിക്കൊന്നും തരാൻ തോന്നില്ല. ഓക്കെ, അടുത്ത എന്താണ്? സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന മെരിസ്റ്റമക കലകൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന മെരിസ്റ്റമക കലകൾ. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യില് SCERT പ്രിന്റോ PDF ഫോണിലുണ്ടെങ്കിൽ ഒന്ന് തുറന്നു വെച്ച് നോക്കുക കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്യാ, ഒന്നും കൂടെ തുറന്നു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഓരോ കാര്യം കിട്ടും. അപ്പൊ നിങ്ങൾ അതൊപ്പം പഠിച്ചും പോവുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എന്താണ്? സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന മെരിസ്റ്റമിക കലകൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ. എന്താണ്? കാണ്ഡത്തിന്റെയും വേരിന്റെയും എന്താണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന മെരിസ്റ്റമിക കലകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിലാണ്. എന്താണ്? ആ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? എന്താണ് ഏതൊക്കെ തരത്തിലാണ് കലകൾ? എന്തൊക്കെയുണ്ട്? ഏതൊക്കെ വിവിധ ഇനം സസ്യകൾ ഏതൊക്കെയാണ്? സസ്യകലകൾ ഏതൊക്കെയാണ്? പറഞ്ഞേ. എന്താണ് മെരിസ്റ്റം ഏതൊക്കെയാണ്? പറഞ്ഞേ. വിവിധ ഇനം സസ്യകലകൾ എവിടെയാ രൂപപ്പെടുന്നത്? ഓരോ വിവിധ ഇനം സസ്യകലകൾ എവിടെയാ രൂപപ്പെടുന്നത്? ആൻസർ പറഞ്ഞേ. എവിടെയാണ്? എന്താ മക്കളെ? നാഡീകലകളോട് പേശി, അത് ഞാൻ പറഞ്ഞല്ലോ, നാഡീകളുടെ പോയിന്റ്സിന് കൂടെ പേശികളെയും പറഞ്ഞല്ലോ. അതായത് നാഡീകലാപനം എന്താണ്? ശാരീരിക പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പേശികലകൾ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതിയിലാക്കാനും
കോശങ്ങളെ സഹായിക്കുന്ന മാറി പറയാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ 2 പോയിന്റ്സ് അറ്റ് എ ടൈം പറഞ്ഞോ, അത് ക്ലിയർ ആക്കുക. എന്താണ് യോജകലയാണോ? നാഡീകല എന്ന് പറഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെ, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനുമാണ് നാഡീകല. ക്ലിയർ ആണോ? ഇതാണ് നാഡീകല. ശാരീരിക പ്രവർത്തനം നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ചെയ്യുന്നതാണ് എന്ത്? നാഡീകല. അതുപോലെ ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? നാഡീകല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഇത്? പേശീകലയാണ്. ഞാൻ പറഞ്ഞല്ലേ ഇത് പേശീകലയാണ്. എന്താണ് പേശീകല? എന്താണ് പേശീകല? സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പേശീകല. ഇതെന്താണ്? ചലനം സാധ്യമാകുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഒറ്റ ടൈമിൽ പറഞ്ഞു എന്നാണോ? ഓക്കെ. അടുത്ത എന്താണ് നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ? എന്താണ് പറഞ്ഞേ? എന്താണ്? കഴിഞ്ഞ കാര്യം വിട്ടേക്ക്, പഠിക്ക് വാ. എന്താ പറഞ്ഞേ? വിവിധ ഇനം സസ്യകലകൾ എവിടെയാണ് രൂപപ്പെടുന്നത്? മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകളിലാണ്. എന്താണ്? മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ തന്നെ എന്താണ് പാരൻകൈമ, കോളൻകൈമ, സീറൻകൈമ, സൈലം, ഫ്ലോയം തുടങ്ങിയ സസ്യകലകൾ രൂപപ്പെടുന്നത് ഏതു കലകളിൽ നിന്നാണ് ചോദിക്കും. ഏതെങ്കിലും ഒരു ഭാഗം ചോദിക്കും. ഏതാണ്? മെരിസ്റ്റമിക കലകൾ. എന്താണ്? സസ്യങ്ങൾ. പാരൻകൈമ, കോളൻകൈമ, സീറൻകൈമ, സൈലം, ഫ്ലോയം തുടങ്ങിയ സസ്യകലകൾ എവിടെ നിന്നാണ് മെരിസ്റ്റമിക കലകളിൽ നിന്നാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? മനസ്സിലായോ? അതുപോലെ തന്നെ വേരിന്റെയും അതുപോലെ തന്നെ കാണ്ഡത്തിന്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് എന്ത്? അഗ്രമെരിസ്റ്റം. എന്താണ്? അഗ്രമെരിസ്റ്റം. അഗ്രമെരിസ്റ്റം. ക്ലിയർ ആണോ? വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റം ഏതാണ് ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യും? അഗ്രമെരിസ്റ്റം. അങ്ങനെയാണെങ്കിൽ കാണ്ഡമൊക്കെ വണ്ണം വെക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം ഏതാണ്? അതാണ് പാർശ്വമെരിസ്റ്റം. എന്താണ്? ഈ കാണ്ഡമില്ലേ തടി വെക്കാൻ വണ്ണം വെക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റം ഏതാണ് ചോദിച്ചാൽ പാർശ്വമെരിസ്റ്റം. അത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തൊക്കെയാണ്? വേരിന്റെയും കാണ്ഡത്തിലൊക്കെ നീളം വെക്കുകയാണെങ്കിൽ എന്താണ്? അഗ്രമെരിസ്റ്റവും അതുപോലെ കാണ്ഡത്തിന്റെ ഭാഗം തടി വെക്കാനാണെങ്കിൽ എന്ത്? പാർശ്വമെരിസ്റ്റമാണെന്നും കൂടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാം. എന്ത് പാരൻകൈമ എന്താണെന്നും കൂടി പഠിക്കാം. എന്താണ് പാരൻകൈമ? പറഞ്ഞേ, ഇമ്പോർട്ടന്റ് ആണ്. എന്താ മക്കളെ പാരൻകൈമ? നോക്കിയേ, എന്താണ് പാരൻകൈമ? നിങ്ങൾക്ക് പഠിച്ച ഭാഗമാണ്. നിങ്ങൾക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ളവരാണ്, നല്ല വിവരമുള്ള ബുദ്ധിക്കട്ടകളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പരീക്ഷയ്ക്ക് മാത്രം ചോദിക്കുമ്പോ ഒക്കെ കൺഫ്യൂഷൻ ആക്കും. എനിക്കറിയാം നിങ്ങളെ. എന്താണ് പാരൻകൈമ? ന്യൂക്ലിയസോടുകൂടി അല്ലെ? എന്താണ്? ന്യൂക്ലിയസോടുകൂടി ഇരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളാണ് എന്ത്? പാരൻകൈമ. എന്താണ്? ന്യൂക്ലിയസോടുകൂടി ഇരുണ്ട ഏറ്റവും ഇരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളാണ് എന്ത്? പാരൻകൈമ. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം, പക്ഷെ ഇതും കൂടെ അറിയാം. എന്താണ്? ന്യൂക്ലിയസ് ഉള്ളത്, ന്യൂക്ലിയസോട് കൂടിയുള്ള ഇരുണ്ട തരത്തിലുള്ള ആകൃതിയുള്ള സജീവമായ കോശങ്ങളാണ് എന്താണ് പാരൻകൈമ കോശങ്ങൾ. ക്ലിയർ ആണോ? ഇത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ നമുക്ക് സമയമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞാൽ എന്താണ് ഇത് ചിത്രമൊക്കെ വരച്ച് ക്ലിയർ ആക്കാൻ നമുക്ക് ഒട്ടും സമയമില്ല. പരീക്ഷ കഴിഞ്ഞ് സൂപ്പറായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? സസ്യത്തിന്റെ മൃദുഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? പാരൻകൈമ കോശങ്ങൾ എന്നും കൂടി മനസ്സിലാക്കി. സസ്യത്തിന്റെ മൃദുഭാഗങ്ങളൊക്കെ നിർമ്മിച്ചത് പാരൻകൈമ കോശങ്ങളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഏറ്റവും ലഘുഘടനയുള്ള കോശാംഗങ്ങൾ, ഏറ്റവും ലഘുവായിട്ടുള്ളത് എന്താണ്? പാരൻകൈമയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. തീരാണോ? എന്താണ്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് എന്ത്? പാരൻകൈമ. സസ്യങ്ങൾ
സസ്യങ്ങൾ മൃദുവായ സസ്യങ്ങളിൽ കാണപ്പെടുന്നു അല്ലെ. ചെറിയ മൃദുവായിട്ടുള്ള സസ്യങ്ങളിൽ ആണ് ഇത് കാണപ്പെടുന്നത്. ക്ലിയറാണോ? അതുപോലെ പ്രകാശ സംശ്ലേഷണം ആഹാര സംഭരണത്തിനും അല്ലെ ആഹാരം നിർമ്മിക്കാനും പ്രകാശ സംശ്ലേഷണം എന്ത് സഹായിക്കുന്നതാണ് എന്ത് പാരൻകൈമ എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയറാണോ? ഓക്കെയാണോ? ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ ക്ലോറോപ്ലാസ്റ്റ് ഇല്ലേ എന്താ അടങ്ങിയ പാരൻകൈമ കോശങ്ങൾ ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങൾ ഏതാണ്? പറഞ്ഞേ, പഠിച്ചവർ എന്താണ് പറഞ്ഞേ? ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങൾ ഏതാ മക്കളെ? പറഞ്ഞേ, ഏതാണ്? അതാണ് കോളൻ കൈമയല്ല, ക്ലോറൻ കൈമ. എന്താണ്? ക്ലോറൻ കൈമ കേട്ടാ. ഇതാണോ? എന്താണ്? പറഞ്ഞേ, എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമയുടെ കോശങ്ങളാണ് എന്താണ് ക്ലോറൻ കൈമ. വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങൾ ഏതാണ്? വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങൾ എയറൻ കൈമ. എന്താണ്? എയറൻ കൈമ. ഓക്കെയാണോ? ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി. ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് പാരൻകൈമ? ഏറ്റവും അല്ലെ സസ്യങ്ങളുടെ മൃദുഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് ഏത്? പാരൻകൈമ. ഏറ്റവും ലഘുവായത് മൃദുവായ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണമുണ്ട്, ആഹാര സംഭരണമുണ്ട്. ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് വേറെ? ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങളാണ് എന്ത്? ക്ലോറൻ കൈമ. മറ്റേതാണ് എന്താണ് വായു അറകൾ കാണപ്പെടുന്നതാണ് എയർ. വായു എന്താണ്? വായു, എയർ അല്ലെ, എയർ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ ഭാഗം ക്ലിയർ ആയോ? ഓരോ ഭാഗം ക്ലിയർ ആയി പറയണേ, അപ്പൊ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്കറിയില്ല എന്റെ മക്കൾ മന്ദബുദ്ധിയാണോ സ്ഥിരബുദ്ധിയാണോ എക്സാം കഴിഞ്ഞ ശേഷം. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത് അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലോറൻ കൈമ? കോളൻ കൈമ എന്താണ്? പറഞ്ഞേ, എന്താണ് കോളൻ കൈമ? പറഞ്ഞേ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്ന കട്ടി കൂടിയതാണ് എന്ത്? കോളൻ കൈമ. എന്താണ്? കോശഭിത്തിയിലെ മൂലകളിൽ കാണപ്പെടുന്ന കട്ടി കൂടിയതാണ് എന്താണ്? കോളൻ കൈമയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കോളൻ കൈമയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെയാണ്. അതുപോലെ ഈ സസ്യങ്ങൾക്ക് ആവശ്യമനുസരിച്ചും ഈ വളരാനും അതുപോലെ സഹായിക്കാനും പിന്നെന്താണ് ഈ ബലവും വഴക്കൊക്കെ തരുന്ന ഏതാണ് കോളൻ കൈമ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയറാണോ? അതായത് സസ്യം ഇങ്ങനെ കാറ്റടിക്കുമ്പോ ഈ ഒടിയാതെയൊക്കെ സഹായിക്കുന്ന ഈ കോളൻ കൈമയാണ്ടാ. കാറ്റടിക്കുമ്പോ പോലേ അപ്പൊ ഒടിയാണ്ട് വരില്ലേ, അതിനൊക്കെ സഹായിക്കുന്ന ഏതാണ്? കോളൻ കൈമയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. Please ma'am reply see your PDF. AIM Study Center contact ചെയ്യൂ ട്ടോ. ഈ ഭാഗം ക്ലിയർ ആയോ? അടുത്തത് എന്താണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പാരൻകൈമയും പഠിച്ചു, കോളൻ കൈമയും പഠിച്ചു. പിന്നെ എന്താണ് സ്ക്ലീറൻ കൈമ എന്താണെന്നും കൂടി പഠിച്ചു പോകാം. എന്താണ് സ്ക്ലീറൻ കൈമ? എന്താണ്? അതുപോലെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കാണപ്പെടുന്ന അല്ലെ. എന്റെ ശരീരം എങ്ങനെയാണ്? എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് അല്ലെ. എങ്ങനെയാണ് എന്റെ ശരീരം? എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. അതാണ് എന്ത്? ഈ സ്ക്ലീറൻ കൈമ. ക്ലിയർ ആയോ? എങ്ങനെയാണ്? ഞാൻ നല്ല തടിച്ചൊരു ഉരുണ്ടൊരു സാധനമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെയാണ് എന്താണ് ഒരു സ്ക്ലീറൻ കൈമ? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയതാണ് എന്താ ഒരു പുഞ്ചരി? സ്ക്ലീറൻ കൈമ. ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞ സസ്യഭാഗങ്ങൾ താങ്ങും ബലവും പക്ഷെ ഞാൻ നൽകും. എന്റെ ഭാഗങ്ങൾക്കെല്ലാം താങ്ങും ബലവും ഞാൻ നൽകും. ക്ലിയർ ആണോ? വല്ലാത്തൊരു എക്സാമ്പിൾ എന്ന് പിന്നെ മറക്കും എന്റെ മക്കളിനി അല്ലെ. എന്താണ് സസ്യഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ? എന്റെ കൈ കാലൊക്കെ ഒരുപോലെ, മുഖമൊക്കെ ഒരുപോലെ, അതേപോലെയാണ് എന്താണ് ഈ സ്ക്ലീറൻ കൈമ. എന്താണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും അല്ലെ. എന്താണ് തേങ്ങയുടെ ചിരട്ടയൊക്കെ എന്താണ്? എന്റെ സൗണ്ട് എങ്ങനെയാണ്? തേങ്ങയുടെ ചിരട്ട പോലെയാണ്. അതുപോലെയാണ് സ്ക്ലീറൻ കൈമ. അതുപോലെയാണ്
സ്ഥിരം കൈമ. എന്താണ് എന്താണ് തേങ്ങയുടെ ചിരട്ട പോലെ ഉണ്ട് സൗണ്ട്, കരകരാന്നുള്ള സൗണ്ട് അല്ലെ, അതേപോലെ അത് അതുമായി ബന്ധപ്പെട്ടത് എന്താണ് സ്ഥിരം കൈമ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. തീരാണോ? ഈ തേങ്ങയുടെ ചിരട്ട സത്യാണ്. ഈ തേങ്ങയുടെ ചിരട്ടയൊക്കെ നിർമ്മിച്ച കല ഏതാണ്? സ്ഥിരം കൈമ. ഞാൻ വെറുതെ പറഞ്ഞല്ല, സത്യമാണ് കേട്ടോ. അതെ, സത്യം. അതെ, ഓക്കെ. എത്ര തരത്തിലുള്ള സ്ഥിരം കൈമ കോശങ്ങളാണുള്ളത്? എത്ര തരമുണ്ട് പറഞ്ഞേ? 2 തരമുണ്ട്. ഏതൊക്കെയാണ്? എത്ര തരമുണ്ട് മക്കളെ? എന്താണ് 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 എന്തൊക്കെയാണ്? ഫൈബറുകൾ ഉണ്ടാവും, നാരുകൾ. പിന്നെ എന്താണ്? സ്ലീറുകൾ. എന്താണ്? നാരുകളും ഉണ്ടാവും, സ്ലീറുകൾ. എന്താണ്? ക്ലിയർ ആണോ? 2 തരത്തിലുള്ള സ്ലീറൻ കൈമയാണും കൂടി. ഈ കരകരാ സൗണ്ട് തേങ്ങക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലെ. നീളം, അതുപോലെ എന്താണ്? നീളം കൂടിയതും അതുപോലെ കൂർത്ത അഗ്രങ്ങളുള്ള കോശങ്ങളാണ് എന്ത്? ഫൈബർ എന്നും കൂടി മനസ്സിലാക്കി. നാരുകൾ ട്ടോ. അപ്പൊ എന്താണ് സ്ഥിരം കൈമ? കോശത്തെ എല്ലാ ഭാഗം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഈ താങ്ങും ബലവും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത ചോദ്യം? എന്താണ് അടുത്ത ചോദ്യം? നോക്കിയേ, എന്താണ്? സസ്യങ്ങൾ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും എന്താണ്? ഇലകളിലേക്കും ഇലകളിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംഭരിക്കും ചെയ്യുന്ന എന്താണ്? കലകളാണ് എന്ത്? സംവഹന കലകൾ. എന്താണ്? സംവഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ കല. എന്താണ്? ഒന്നുകൂടി പറഞ്ഞു. സസ്യങ്ങളിൽ എന്താണ്? വേര് ആഗിരണം ചെയ്യുന്ന ഇലയും ജലവും വിവിധ ഭാഗങ്ങളിലേക്ക് എന്താണ്? ഭാഗങ്ങൾ സംവഹനം ചെയ്യാൻ സഹായിക്കുന്ന കലകളാണ് എന്ത്? സംവഹന കലകൾ. ഈ സംവഹന കലകൾ എന്ത്? 2ആയി. അത് ഫ്ലോയും സൈലവും. എന്താണ്? ഫ്ലോയവും സൈലവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? എന്താണ്? സസ്യങ്ങൾ വേരില്ലേ, ഈ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും അതെന്താണ്? ഇലകളിലേക്കും ഇലകളിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ആഹാരം ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന് സസ്യങ്ങൾ ആഹാരം വേരില്ലേ, അത് ജലവും ലവണവും ഒക്കെ ആഗിരണം ചെയ്യില്ലേ, അത് ഇലകളിൽ നിന്നിട്ട് ചെയ്തും ഇലകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് എന്ത്? സങ്കീർണ കലകൾ. അതിനാണ് 2 തരത്തിൽ ഫ്ലോയും ഉണ്ട് സൈലവും ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോയും സൈലവും നോക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഫ്ലോയം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫ്ലോയം? എന്താണ്? സസ്യങ്ങളിലെ 2 തരം കലകൾ. എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം. എന്താണ് സൈലം? നോക്കാം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. അതുപോലെ വേരാകിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് മാറിപ്പോണ്ട. വേര് ആഗിരണം ചെയ്യുന്ന അല്ലെ, നമ്മളിപ്പോ വെള്ളം ഒഴിച്ചു, എന്താണ്? ഈ വേര് എന്ത് ചെയ്യും? ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കില്ലേ, ഈ വെള്ളം എന്ത് ചെയ്യുന്നു? ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്ന് വേര് ഇങ്ങനെ വെള്ളം കൊണ്ടുവരില്ലേ, ഇതിപ്പോ നമ്മൾ വേര് വെള്ളം ഒഴിച്ചു വെച്ചോ, ഇത് എന്ത് ചെയ്യും? ഈ വേര് ഇവിടെ നിന്ന് ഇങ്ങനെ ഇലകളിലേക്ക് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാണ് എന്ത് സൈലത്തിന്റെ പണി. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ വേര് സ്പ്രെഡ് ചെയ്യാണ് സൈലത്തിന്റെ പണി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? താങ്ങും ബലവും തന്നെ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യും? താങ്ങും അതുപോലെ ബലവും തരുന്നു. എന്താണ്? താങ്ങും അതുപോലെ ബലവും തരുന്നു. തീരാണോ? മനസ്സിലായോ? ജലത്തിന്റെ സംവഹനം എന്താണ്? ജലത്തിന്റെ സംവഹനം നടക്കുന്ന സൈലത്തിന്റെ മൃദുകോശങ്ങളാണ് ട്രക്കീഡുകളും. എന്താണ്? എന്താണ്? ഒരു മിനിറ്റ് കുഴലുകളായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്താണ്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും തിരിച്ചിലകളിലേക്ക് എത്തിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ്? താങ്ങും ബലവും തരുന്നു. എന്താണ്? താങ്ങും ബലവും തരുന്നു. ക്ലിയർ ആണോ? ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളിലായി സസ്യങ്ങൾക്ക് താങ്ങും ബലവും തരും. ഒന്നും വേണ്ട. എന്ത് ചെയ്യുക? ഇതൊരു പോയിന്റ് പഠിക്കുക. അതുപോലെ ജലവും ലവണവും എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇലകളിലേക്ക് എത്തിക്കുക പഠിക്കുക. താങ്ങും ബലവും മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണോ?
ഇവിടെയുള്ളവരൊക്കെ എയിംസിലെ സ്റ്റുഡന്റ് ആണ്. ഇവിടെയുള്ളവരെല്ലാം ഇത് എയിംസിൽ യൂട്യൂബിൽ ഫ്രീ സ്റ്റുഡന്റും എല്ലാം ഉണ്ട് കേട്ടോ. എയിംസിലെ പെയ്ഡ് സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്, അതുപോലെ ഫ്രീ സ്റ്റുഡൻസ് ഉണ്ട്. പെയ്ഡ് സ്റ്റുഡൻസും ചിലപ്പോൾ ലൈവ് ഉണ്ടോന്ന് അറിയില്ല, ഇപ്പൊ നോക്കട്ടെ. അടുത്ത ചോദ്യം എന്താണ് ഫ്ലോയം? എന്താണ് ഫ്ലോയം? പറഞ്ഞേ, എന്താണ്? കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന് എന്താണ് കുഴലുകളായി രൂപപ്പെട്ട എന്താണ്? പറഞ്ഞേ, എന്താണ്? പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഇടുങ്ങിയ ഉൾവശത്തോടു കൂടിയുള്ള എന്താണ് വെസലുകളാണിത്? പ്രോട്ടോസൈലം. എന്താണ്? ഇടുങ്ങിയ ഉൾവശത്തോടു കൂടിയ വെസലുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ അതിന്റെ പോയിന്റ്സ് ഇല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഫ്ലോയം? പറഞ്ഞേ, കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം എന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഇലകളില്ലേ, ഇലകൾ തയ്യാറാക്കി വെച്ച ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. എന്താണ്? ഒന്നുമില്ല, നമ്മളെ വീട്ടുകാരെ അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കി തരും, നമ്മൾ എന്ത് ചെയ്യും? കഴിക്കില്ലേ? അത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. എന്താണ്? ഇലകൾ ആഹാരം തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതാണ് ഫ്ലോയം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലാക്കിയോ? അതുപോലെ തന്നെ ആമാശയം, കുടൽ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കലകളാണ് ഇത്. അത് പറഞ്ഞിട്ടില്ല അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നാഡീകല, ആവരണകല, യോജകല, പേശികല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ബൈ, നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഉപകാരപ്പെട്ടു എങ്കിൽ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.